അയാൾക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല. ഇവിടെ വന്ന് ശരിയാക്കിയപ്പോഴാണ് ഇത് 10,000-50,000 രൂപ വിലയുള്ള പേനയാണ്. ലക്ഷക്കണക്കിന് വിലയുള്ള പേനകൾ വരുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന്. സ്വന്തം ഭാര്യനെ പോലെ സ്നേഹിക്കുന്ന ഇതാണ് പേന എന്ന് പറയുന്നത്. അബ്ദുൽ കലാമാണ് റീസണായിട്ട് വന്നത്. പുള്ളി 82-ൽ ഇവിടെ ആളുടെ പേന. എന്തുകൊണ്ടാണ് ഈ പെൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? പെൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലെയും പേനകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഇവിടെ അല്ലാണ്ട് വേറൊരു സ്ഥലമില്ല. ഇന്ത്യയിൽ ഈ ഒരു ആസ്പത്രിയേ ഉള്ളൂ. ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളൂ. ആ, അപ്പോൾ ചിലവരുടെ സെൻറ്റിമെൻ്റൽ ഇതുള്ള പേനകളുണ്ട്. ചിലപ്പോൾ പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, ടീച്ചർ ഒരു ഗിഫ്റ്റായി പേന കൊടുത്തു, ആ കുട്ടി ആ പേന കൊണ്ട് ഉന്നതങ്ങളിലെത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. അപ്പോൾ അതിന് ഇവിടെ അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ ശരിയാക്കി കൊടുക്കും. മാറ്റേണ്ടതെന്ന് വെച്ചാൽ പൈസ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ ഫ്രീ സർവീസാണ്. എന്തെങ്കിലും നിസാര കേടുകൊണ്ടൊക്കെ ആയിരിക്കും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് അശ്രദ്ധ കൊണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചിലർ മഷി അരച്ച് ഇങ്ങനെ എടുത്തു വയ്ക്കും, ആവശ്യം നേരത്തെ എടുത്ത് എഴുതും. അപ്പോൾ ആ വരുന്ന ഭാവമൊക്കെ ഇരുന്ന് ഉണങ്ങും, അപ്പോൾ എഴുതില്ല. അങ്ങനെയുള്ള ചില കേസുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചിലപ്പോൾ ചിലർ പേന ഗിഫ്റ്റ് കൊടുത്തതായിരിക്കും, അതിൻ്റെ വാല്യൂ എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവർ അതേമാതിരി ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ വില മനസ്സിലായാൽ അതേമാതിരി ഉപയോഗിക്കണം. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ കളക്ടർക്ക് ഒരാൾ ഒരു പേന കൊടുത്തു, അയാൾക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല. ഇവിടെ വന്ന് ശരിയാക്കിയപ്പോഴാണ് ഇത് 10,000-50,000 രൂപ വിലയുള്ള പേനയാണ് ഇന്ന് പറയുമ്പോഴാണ് ആൾ ആ പേനയുടെ തന്ന ആളുടെ കഥകൾ പറയുക. ഇത് അത്രയും എത്ര വരെ വില കൂടിയ പേനകൾ ഇവിടെ? ലക്ഷക്കണക്കിന് വിലയുള്ള പേനകൾ വരുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന്. ഓരോരുത്തർ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ അവർക്ക് പ്രസൻ്റായി കിട്ടുമ്പോൾ അവർ വാല്യൂ മനസ്സിലാക്കില്ല. എന്നാൽ ഈ കൊടുക്കുന്ന ആൾ വില പറയൂല. അങ്ങനെയുള്ള ചില ഇതുകളാണ്. പിന്നെ അധികവും സെൻറ്റിമെൻ്റൽ കേസുകളാണ്. ഒരു പേന ഇത്ര കൊല്ലം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായ പേനയാണ്, അത് പെട്ടെന്ന് ഒന്ന് താഴെ വീണുപോയി, പിന്നെ എഴുതാൻ പറ്റണില്ല, അങ്ങനെയൊക്കെ വരുന്ന കേസുകളാണ്. അപ്പോൾ അവർ 10, 25, 30 കൊല്ലം അവരെ കൂടെ ഉണ്ടായ സ്വന്തം ഭാര്യനെ പോലെ സ്നേഹിക്കുന്ന ഇതാണ് പേന എന്ന് പറയുന്നത്. അല്ല, ഈ പേനയെ സ്നേഹിക്കുന്ന ആൾക്കാർ പഴയ കാലത്തുണ്ടായിരുന്നത് അപേക്ഷിച്ച് ഇപ്പം പേനകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പേന കണ്ടമാനം എഴുതുന്ന ഒരു പേന തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാത്തവർ ഇപ്പോൾ അത്യാവശ്യത്തിന് ഒരു പേന കടയിൽ നിന്ന് മേടിച്ചു, എഴുതി, അത് കഴിഞ്ഞു. അങ്ങനെയുള്ള ഇതല്ല. നിരന്തരം എഴുതുന്ന ആൾക്കാർ, ഇപ്പോൾ ആധാര എഴുത്തുകാർ, വക്കീലന്മാർ, ഡോക്ടർമാർ, അങ്ങനെയുള്ളവരൊക്കെ നിരന്തരം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പേന തന്നെ വേണം. ഈ പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ആരൊക്കെയാണ്? അതിലിപ്പോൾ അബ്ദുൽ കലാമാണ് റീസണായിട്ട് വന്നത്. പുള്ളി 82-ൽ ഇവിടെ ആളുടെ പേന കൊച്ചിയിൽ ഒരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പോൾ വീണ് പിന്നെ ഫങ്ഷൻ ചെയ്യാണ്ടായി. അപ്പോൾ ആൾ വന്ന് ഇതായി ആളെ ശരിയാക്കി കൊടുത്തു. അതൊന്നും പൈസ ഉള്ള കേസുകളല്ല, നിസ്സാര കേസുകളാണ്. പക്ഷേ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. ആൾക്ക് ഫ്രാൻസിലെ പ്രസിഡന്റ് കൊടുത്ത പേനയാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. നമ്മളെ ഏരിയത്ത് വന്ന് ശരിയാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ആ ഫീലിംഗ് പോയി. വേറെ ആരും എഴുത്തുകാരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട്? എഴുത്തുകാർ ഇപ്പോൾ സാറാ ജോസഫ് വരാറുണ്ട്, വൈശാഖം വരാറുണ്ട്, പുരുഷൻ കടലിൻ്റെ വരാറുണ്ട്. അങ്ങനെ ഒരുവിധം ഇവിടെ അടുത്താണ് സാഹിത്യ അക്കാദമി. അപ്പോൾ അവരൊക്കെ നിത്യ സന്ദർശകരാണ് ഇവിടെ. ഈ പേനയായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡുള്ള ആൾക്കാർ എന്തായാലും വരുമല്ലേ ഇവിടെ? ഓ, ഇത് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഈ ഒരു ഇത് 85 വർഷം. അന്ന് പേന കിട്ടാത്ത കാലമാണ്. ഫാദർ ഇത് പഠിച്ചത് കൽക്കട്ടയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഫാദർ ഇവിടെ അന്ന് പേന കിട്ടാത്ത കാലമായ കാരണം കേരളത്തിൻ്റെ മധ്യത്തിലായിട്ട് തൃശ്ശൂർ ഇട്ടു. അങ്ങനെ ഉണ്ടായത്. 85 വർഷമായിട്ട് തോന്നുന്നു. അതെ അതെ. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. ഞാനൊരു 2017 തൊട്ട് ഞാനാണ് ഈ പേന സർവീസ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള വരുമാനം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം നോക്കിയിട്ടല്ല, ഒരു സേവനം ആൾക്കാർക്ക്. അങ്ങനെയുള്ളതാണ് വരുമാനം എന്ന് പറഞ്ഞാൽ. നമ്മളെ ഇത് കഴിഞ്ഞു പോവാം, അത്രയേ ഉള്ളൂ. പക്ഷേ സേവനമാണ് കൂടുതൽ. ഈ മനുഷ്യന്മാർക്ക് അല്ലാതെ പേനയ്ക്ക് ഒരു ആതുര സേവനാലയം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ അതെ അതെ. ചേട്ടാ, ഈ പേന എന്തുകൊണ്ടാണ് ഈ പേന നമുക്കൊരാൾ പ്രത്യേകം ഗിഫ്റ്റ് തന്നാണ്. നമ്മൾ കുട്ടികൾ നിലത്തിട്ട് അതിൻ്റെ നിബ് നാശം ഉണ്ടായിരുന്നു, പിന്നെ മഷി കയ്യിലും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് റെഡി ആവില്ല എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു.
അപ്പോൾ അവിടെ വന്നപ്പോൾ അത് വെറും 20 രൂപയ്ക്ക് നന്നായിക്കുന്നു. വലിയ ഉപകാരമാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. നമ്മൾ കുന്നോളത്തുനിന്നാണ് വരുന്നത്. നമുക്ക് ഉപകാരം കിട്ടി കളയാൻ പറ്റാത്ത ഒരാൾ തന്നാണ്, ഗിഫ്റ്റ് തന്നാണ്, കളയാൻ പറ്റാത്തൊരു സാധനമാണ്. അത് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി.